എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ ചില വീഡിയോസിൻ്റെ താഴെ നല്ലതും മോശവുമായ കമൻറ്റുകൾ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിഷയത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട്, അവരുടെ അപ്രോച്ച് ഡിഫറെൻ്റ് ആണല്ലോ. പിന്നെ ഈ കമൻസ് എഴുതുന്ന ആളുകൾ അത് അവരവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ അവരവരുടെ രീതി അനുസരിച്ചാണല്ലോ കമൻ്റ് എഴുതുന്നത്. വളരെ നല്ല രീതിയിൽ നമുക്ക് കമൻസുകൾ ധാരാളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മോശം രീതിയിലും കമൻസ് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണല്ലോ. കാരണം നമ്മൾ പബ്ലിക്കിലേക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാം. പക്ഷേ സഭ്യമല്ലാത്തത് ഞാൻ തീർച്ചയായിട്ടും ഡിലേറ്റ് ചെയ്യുന്നതാണ്. കാരണം മറ്റാളുകൾ അത് കാണുമ്പോൾ അത്രയും ചീത്ത വാക്കുകൾ അവരത് കണ്ട് അതൊരു ബാഡായിട്ടുള്ള ഒരു ഇത് വരരുത് എന്നോർത്ത് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ സഭ്യമല്ലാത്ത കമൻറ്റുകൾ ഡിലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എല്ലാ കമൻറ്റ്സ് എഴുതിയ എല്ലാവർക്കും വളരെയധികം നന്ദി ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നു. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ ഓരോരോ വിഷയങ്ങൾ എടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും താല്പര്യമുള്ള, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓരോ ആളുകളും വ്യത്യസ്തരാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ചിലപ്പം കോൺട്രോവേഴ്സീവ് ആയിട്ടുള്ള കുറേ മാറ്റേഴ്സ് വന്നു പോകും. പക്ഷേ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ അതെല്ലാം നല്ല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്ത് നല്ലൊരു പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് അത് ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന കാര്യത്തെ, അതായത് ഒരു ജനറൽ ടോപ്പിക്, അതിനെ പേഴ്സണലൈസ് ചെയ്ത് തിരിച്ചുള്ള മെസ്സേജുകൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതെന്താണ് ഇങ്ങനെ ആളുകൾ ചിന്തിക്കുന്നതെന്ന്. എന്താണേലും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എനിവേ, ഞാൻ ഈ വീഡിയോയിലൂടെ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ വളരെയധികം സംസാരിക്കുന്ന ആളുകളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടുണ്ടോ? അതായത് നല്ല രീതിയിൽ സംസാരിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നോൺ സ്റ്റോപ്പായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയങ്ങൾ സംസാരിച്ച് നമ്മളെ ഫെഡപ്പ് ആക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചില ആളുകളുണ്ട് അല്ലേ? അപ്പോൾ അവരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പോലും പറ്റില്ല ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഇന്ന് അങ്ങനെ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പക്ഷേ ഇതിനുള്ള പോംവഴി എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അപ്പം എനിക്ക് ജനറലി സംസാരിക്കുന്ന ആളുകളെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത്. കാരണം തുറന്ന് സംസാരിക്കുകയും ചിരിക്കുകയും തുറന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ തന്നെയാണ് ഇഷ്ടം. പക്ഷേ ചില ആളുകൾ റീസൺ ഇല്ലാതെ സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ വെറുതെ നമ്മളോട് പറഞ്ഞ് നമ്മളെ ടയേർഡാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് നടന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് ഞാൻ ഇവിടെ ഒരു സലൂണിൽ പോയി. അതായത് ഒരു ബ്യൂട്ടി പാർലർ പോലെ ഇവിടെ സലൂൺ എന്നാണ് പറയുന്നത്. അതായത് ഹെയറിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സലൂണിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ലേഡി എന്ന് പറയുന്നത്, എൻ്റെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് കിട്ടിയ ലേഡി എന്ന് പറയുന്നത് ഒരു മലേഷ്യൻ ലേഡിയായിരുന്നു. അപ്പോൾ അവർക്കൊരു 62 വയസ്സുണ്ട്. അത് അവർ തന്നെയാണ് എന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ വയസ്സ് 62 എല്ലാം പറഞ്ഞത്. അപ്പം ഞാനവിടെ വന്നപ്പോൾ തന്നെ എനിക്കായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരുന്നത് അവരെയാണ്. അപ്പോൾ ഇവർ വന്നു. അപ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മളും പല ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. ബിസിനസ്സിൻ്റെ വഴിക്കായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസിനോടാണെങ്കിലും എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് അവരെ ഒരു നല്ല സിങ്കാക്കി എടുക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ബിസിനസ്സിലാണെങ്കിലും സംസാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കസ്റ്റമറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഇവർ കസ്റ്റമറെ ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയുടെ കുഴപ്പമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഈ ലേഡി എൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ മുതലങ്ങ് ആദ്യം ഇവരെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത, ഞാൻ 62 വയസ്സായി, നിനക്ക് പറ്റുമോ ഇവിടെ 62 വയസ്സായ ഒരാൾ ഇത്രയും ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വെരി ഗുഡ്, അത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് ഈ 62 വയസ്സിൽ ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യാൻ പറ്റുന്നത്. ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരപ്പോഴത്തേക്കും അങ്ങ് വർത്താനം തുടങ്ങി. 10-30 വർഷമായിട്ട് അയർലൻഡിൽ താമസിക്കുന്നതാണ്. പക്ഷേ പുള്ളിക്കാരിയുടെ രാജ്യത്തെ പറ്റിയുള്ള ഒരു അഭിമാനമാണ്. അത് എന്നോട് പറയുന്ന രീതിയാണ്
വളരെയധികം നമ്മളെ ബോറടിപ്പിക്കുകയും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഹെയർ കട്ട് ചെയ്യുന്നതും എല്ലാ സമയവും അത് അവർ ഡ്രൈ ചെയ്യുകയോ എല്ലാം ചെയ്യുന്ന സമയത്ത് ഇവർ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ രാജ്യത്തെ പോലെയുള്ള ആൾക്കാരെ പോലെയല്ല ഞങ്ങളുടെ രാജ്യം വളരെ റിച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ ആളുകൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. AI സിസ്റ്റം ഞങ്ങളുടെ കൺട്രിയിലുണ്ട്. അതുപോലെ ഞങ്ങൾ എല്ലാത്തിനും ഡ്രോണാണ് യൂസ് ചെയ്യുന്നത്. ഹാവ് യു ഹേർഡ് അബൌട്ട് ഡ്രോൺ എന്ന് എന്നോട് ചോദിക്കുക. അതായത് ഡ്രോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി നമ്മുടെ രാജ്യത്തും ഡ്രോൺ ഉപയോഗിച്ചല്ലേ ഇപ്പോൾ എല്ലാം ഷൂട്ടിങ്ങും എല്ലാം നടക്കുന്നത്. അല്ല, ഇന്ത്യ പുവർ കൺട്രി ആയതുകൊണ്ട് പറയുക ചെയ്തത്. ഇന്ത്യയിൽ ഇതുണ്ടോയെന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചാൽ ഞങ്ങൾ വെൽ ഡെവലപ്ഡ് ആൾക്കാരാണ്. ഞങ്ങൾ വളരെ ഡൗൺ ടു എർത്താണ്. ഇന്ത്യയിൽ കുറേ ദരിദ്രരായ ആൾക്കാർ പെട്ടെന്ന് റിച്ചായി കഴിയുമ്പോഴത്തേക്കും അവർ താഴേക്കുള്ള ജനങ്ങളെ വളരെ ബാഡായിട്ട് നോക്കുന്നുണ്ട്. അപ്പം അവരെന്നെ ഒന്ന് സോപ്പിടാൻ പറഞ്ഞു, നീ അതിൽ നിന്ന് വ്യത്യസ്തമാണ്, നീ ചിരിച്ചെല്ലാം നല്ല രീതിയിൽ വർത്താനം പറയുക, നീ വളരെ നന്നായിട്ട് പറയുന്നു. ഇവിടെ ഇന്ത്യൻസ് ഈ സലൂണിൽ വരുമ്പോൾ അവരുടെ ഒരു പ്രൗഡ് കാണണം എന്നൊക്കെ പറഞ്ഞ്, അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് അവരുടെ 2 പെൺമക്കളുണ്ട്. ഒരാൾ ഫാർമസിസ്റ്റ്, ഒരാൾ ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഞങ്ങൾ ഭയങ്കര റിച്ചായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ റിച്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ താഴേക്കിടയിലുള്ള ആളുകളെ വളരെ നല്ലതായിട്ടാണ് നോക്കുന്നത്. നിങ്ങളുടെ രാജ്യവും ബംഗ്ലാദേശും ഒക്കെ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കുറച്ച് പൈസ ആകുമ്പോഴത്തേക്കും നിങ്ങളെ തന്നെ മറന്ന് എനിക്കറിയില്ല ആ ലേഡിക്ക് അവർക്ക് ഏതെങ്കിലും ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന് ബാഡായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഓർത്തു, ദൈവമേ, ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടിയാൽ എന്താണെന്ന് ഓർത്തു. അവർ സംസാരിക്കുന്ന കൂടെ തന്നെ അവരുടെ തുപ്പലം എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ തുപ്പലം എൻ്റെ മുഖത്തോട്ട് തെറിക്കുകയും എന്താ പറയുന്നത്, അവരുടെ എന്താ പറയുന്നത്, നമുക്കങ്ങ് മടുത്തു പോവുക. പക്ഷെ നമുക്കങ്ങനെ ഒരാളെ മുഷിപ്പിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ ഒരു വർത്തമാനം ഭയങ്കരമായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഹെയർ കട്ട് ചെയ്ത് ഡ്രൈ ഒക്കെ ചെയ്യാനായിട്ട് ഏകദേശം 45 മിനിറ്റ്സ് എടുത്തു. 45 മിനിറ്റ്സ് അവരെ പറ്റി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവമുണ്ടോ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പീസ്ഫുൾ മൈൻഡ് ആഗ്രഹിച്ച് എൻ്റെ കുറേ നൈറ്റ് ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞ് ഞാൻ കുറേ നാളായി ഒരു ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ കുറേ നാളായി ഒരു സലൂണിലൊക്കെ പോയിട്ട് അപ്പോൾ ഒന്ന് പോയി ചെയ്യാമെന്നോർത്ത് ഞാനൊരു ഇച്ചിരി സമാധാനമായിട്ട് അവിടെ ശാന്തമായിട്ട് ഇരിക്കാമെന്നോർത്താണ് പോയത്. പക്ഷേ ഇവരുടെ ഈ ഒരു സംസാരം ഇറിറ്റേറ്റ് ചെയ്ത് എങ്ങനെയോ അത് ഫിനിഷായി. ചില ആളുകൾ സംസാരിച്ച് നമ്മളെ എന്താ പറയുന്നത്, ടയേർഡാക്കും, നമ്മളെ ഫെഡപ്പ് ആക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അപ്പം അവരുമായിട്ട് നമുക്ക് അവിടെ നിന്ന് എണീറ്റ് ഓടാനും നിവർത്തിയില്ല. നമ്മൾ അവരെ ലിസൺ ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥയും വരാറുണ്ട്. ചില ആളുകൾ അവരവരുടെ കുറവുകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന ഒരു രീതിയുള്ള ആളുകളുണ്ട്. വളരെയധികം അങ്ങനെയുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് എനിക്കിന്ന് അവരെ കണ്ടപ്പോൾ തോന്നിയത്. കാരണം അവർ ഹൈജീനിക് അല്ല, അവർ വൃത്തിയായിട്ടുള്ള ഒരു സ്ത്രീയല്ല. അതുപോലെ തന്നെ അവരുടെ വായിൽ നിന്ന് തുപ്പലം തെറിക്കുന്നു. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അവരിൽ കുറവുകൾ ഉണ്ടെങ്കിലും അവർ നമ്മളെ എത്രമാത്രമാണ് ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ചെയ്തത്. അതൊക്കെ ഓരോരുത്തരുടെ സംസ്കാരമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളെ തന്നെ ചിന്തിക്കാതെയാണ് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത്, അല്ലേ? നമ്മളിലുള്ള കുറവ് എന്താണെന്ന് ചിന്തിക്കാതെയാണ് മറ്റുള്ളവരെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുകയും വളരെയധികം ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അവർ അവരുടെ ജോലിയിൽ വളരെ എഫിഷ്യൻ്റാണ്. അവർ വളരെ നന്നായിട്ട് ഹെയർ കട്ട് ചെയ്തു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഹെയർ കട്ടിങ് സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പലതവണയും ചെയ്യുന്നതിലും വളരെ ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവരോട് നന്ദിയെല്ലാം പറഞ്ഞു. പക്ഷേ ഈ ഒരു സംഭവം എന്നെ വളരെയധികം മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതിലൂടെ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ആളുകളെ ജഡ്ജ് ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ പല രീതിയിലും മറ്റുള്ളവരുടെ കുറവുകളെ താത്തിക്കെട്ടിക്കൊണ്ട് നമ്മൾ ബെസ്റ്റാണെന്ന് ചിന്തിക്കുന്ന ആ ഒരു രീതി, അത് എനിക്ക് തോന്നുന്നില്ല അത്ര നല്ല ഒരു
രീതിയാണെന്ന്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ജീവിതത്തിലും വളരെയധികം സന്തോഷമുണ്ടാകും. നമ്മൾ മറ്റുള്ളവരെ താത്തിക്കെട്ടി അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ രീതികൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിലോട്ട് തന്നെ നെഗറ്റീവ് എനർജി കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ പറ്റി നല്ലത് പറയുകയോ നല്ലത് പ്രവർത്തിക്കുകയോ ചെയ്യുവാണെങ്കിൽ അത് നമ്മളിലേക്ക് സന്തോഷം വരികയും നമ്മളുടെ ആ ഒരു ഡേ നല്ലതായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങളെ തന്നെ ആദ്യമേ ഒന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ്. ഈ വീഡിയോ കണ്ടിരുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നു. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.